നമ്മുടെ ഈ അലമാര നമ്മൾക്ക് കുറേ കാലമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് ഇത്രയും പഴകിയിട്ട് നമ്മൾ എന്തിനാണ് പെയിൻ്റ് അടിച്ച് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ അലമാരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊരു 2000 രൂപ അല്ലെങ്കിൽ 500 രൂപ കൊണ്ട് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ നേരം ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും നമുക്കൊരു 1000 രൂപ അല്ലെങ്കിൽ 2000 വെച്ചാൽ 4000 രൂപ അതിൻ്റെ ഇരട്ടി നമുക്ക് എങ്ങനെയെങ്കിലും ആയിട്ട് കിട്ടും. വൈകുന്നേരം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് വരും. അത് നമ്മൾ ഒരുപാട് തവണ ചെക്ക് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അലമാരേനെ നമ്മൾ കൈവിട്ട് പോകാത്തത്. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ച് റീപെയിൻ്റ് അടിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അലമാര എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത അലമാരയാണ്, അതായത് മാന്ത്രിക അലമാരയാണ്. ഇതേമാതിരി നമ്മളൊരു ഒരു കാലം തരും. അപ്പോൾ അതിൻ്റെ EMI എടുക്കാൻ നമുക്ക് കുറച്ച് ക്യാഷിൻ്റെ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തലേ ദിവസം അടയ്ക്കാണ്ടായിരുന്ന ക്യാഷിൻ്റെ പകുതി കൊണ്ടുപോയിട്ട് നമ്മൾ ഈ അലമാരയിൽ വെച്ച് പിറ്റേ ദിവസം നോക്കുമ്പോൾ നമുക്ക് പുതിയൊരു വർക്കിൻ്റെ അഡ്വാൻസ് കിട്ടും. അതായത് EMI അടയ്ക്കാൻ നേരത്തെ തന്നെയാണ് നമുക്ക് അതിൻ്റെ പുതിയ അഡ്വാൻസ് കിട്ടുക. അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത് ഈ അലമാരയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് കൈവിടാതെ വീട്ടിൽ സാധാരണ ഇത്ര പഴയ അലമാരയാണെങ്കിൽ നമ്മൾ എന്തായാലും പഴയതിലേക്ക് കൊണ്ടുപോകും അല്ലേ. അപ്പം നമ്മളിത് ഈ അലമാരയെ കൈവിട്ട് കളയുന്നില്ല. നമ്മുടെ ഒരുപാട് ഭാഗ്യങ്ങൾ കൊണ്ട് തരുന്ന അലമാരയാണ്. ഈ പറഞ്ഞ പോലെ അന്ന് ഞങ്ങൾ EMI അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയ സമയമായിരുന്നു. അപ്പോൾ കാറിൻ്റെ EMI അടയ്ക്കാൻ കുറച്ച് പൈസ അങ്ങോട്ട് ഉണ്ടായിരുന്നു. ആ പൈസ അങ്ങോട്ടിനകത്ത് കൊണ്ടുവച്ചു. അപ്പോൾ പിറ്റേ ദിവസം ഇതിൻ്റെ ഇരട്ടിയായി. കുറച്ച് പൈസ കൊണ്ടുവെക്കാനാണല്ലോ പ്രഷോറിന് കുറച്ച് പൈസ കൊണ്ടുവെക്കാന്ന് പറയുന്നത്. പൈസ കൊണ്ടുവയ്ക്കല്ലേ അലമാരോടൊക്കെ കൊണ്ടുപോകാനാണ്. അത് നമുക്ക് ആലോചിക്കേണ്ടി വരും. നിർബന്ധമാവും. നമ്മൾ ഐശ്വര്യമായിട്ട് ഒരു 2000 രൂപ ഇതിനകത്ത് വെക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നാളെ ഒരു 4000 രൂപയായിട്ട് ഇത് മാറട്ടെ. അയ്യാ അടയില്ലല്ലോ. ഇത് അടക്കണല്ലേ. ഓക്കെ.